യേശു വീണ്ടും അവരോട് പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്. എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല, അവന് ജീവന്റെ പ്രകാശമുണ്ടായിരിക്കും. യോഹന്നാൻ 8:12. എന്റെ മക്കളെ, ഇന്ന് നമ്മുടെ VBSന്റെ അവസാന ദിവസമാണെന്നറിയോ? അറിയോ? ഇന്ന് നിങ്ങളെപ്പോലെ തന്നെ ഒരു കുട്ടിയുടെ കഥയാണ് പറയാൻ പോകുന്നത്. അതങ്ങനെ വചനരൂപത്തിലാണ് പറയാൻ പോകുന്നത്. ഓക്കെ ആണോ? ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. നോയൽ എന്നൊരു കുട്ടിയുണ്ടായിരുന്നു. അവൻ്റെ ചെറുപ്പത്തിലെ തന്നെ അവൻ്റെ പപ്പ മരിച്ചുപോയിരുന്നു. അവനെ അവൻ്റെ അമ്മ വീട്ടുജോലി ചെയ്താണ് വളർത്തിയത്. ഹലോ. ഹലോ മേരി, ഞാൻ എത്ര നാളുകളായിട്ട് ഈ പൈസയ്ക്ക് പിന്നാലെ നടക്കുക. കുറച്ച് മര്യാദ കാണിച്ചൂടെ? ഭർത്താവ് മരിച്ചു എന്നുള്ള സെന്റിമെന്റ്സ് ഒന്നും എനിക്ക് കേൾക്കുകയും വേണ്ട, എനിക്ക് അറിയാൻ വേണ്ട. പൈസ എനിക്ക് കിട്ടിയേ പറ്റൂ. ഞാൻ വൈകിട്ട് വരും. ചേട്ടാ, 2 ദിവസത്തെ സമയം. അമ്മ, അതെനിക്കൊരു 500 രൂപ വേണമായിരുന്നു. നിനക്ക് എന്തിനാ ഇപ്പൊ 500 രൂപ? അത് പറയാൻ പറ്റത്തില്ല, എനിക്കൊരു 500 അത്യാവശ്യമായിട്ട് വേണം. എന്നോട് പറയാൻ പറ്റാത്ത എന്താ അത്യാവശ്യം നിനക്കുള്ളത്? ആ അത്യാവശ്യമുണ്ട്, നീ തരാൻ പറ്റില്ലേ? അത് മാത്രം പറഞ്ഞാൽ മതി. എനിക്ക് തരാൻ പറ്റത്തില്ല നോയിലെ. ഇവിടെ ഓരോ ദിവസം തരാൻ പറ്റില്ലേ? അത് മാത്രം പറഞ്ഞാൽ മതി. ഇല്ല, എനിക്കൊന്നും കേൾക്കണ്ടേ ഇനി. നോയിലെ എവിടെ പോന്നോ? ഡാ കേറ്. For one more gram, eyes like glass, heart gone cold. Yeah, young but already old. എടാ സാധനം എന്ത്? സാധനം ഉണ്ട്. അപ്പൊ എനിക്കാ? നീ എന്ന് പണ്ടായിരുന്നോ അന്ന് നിനക്ക് സാധനം തരും. അതെന്താ അങ്ങനെ? അതങ്ങനെയാ. Lies in your breath, needle in your vein, numb the truth, escape the pain. You laugh at death, but death's real close. This path you chose, it only knows. നീ ഫണ്ട് കൊണ്ടുവാ, സാധനം തെറ്റി തരാം. I am the Alpha and the Omega. യേശു വീണ്ടും അവരോട് പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്. എന്നെ അനുഗമിക്കുന്നതിന് ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല.
അന്ന് നോയലിന്റെ കണ്ണുകളിൽ തെളിഞ്ഞ വെളിച്ചമായ ക്രിസ്തുവിന്റെ സ്നേഹം ഇന്നും അതേ തീക്ഷ്ണതയോടെ മറ്റുള്ളവരിലേക്ക് അവൻ കൈമാറുന്നു. ഇത് നോയലിന്റെ ജീവിതത്തിൽ ദൈവം അവന് സമ്മാനിച്ച അവന്റെ രണ്ടാം ജന്മം. വെളിച്ചമായ ദൈവം, എൻ്റെ ദൈവം.